കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും, ധനികനാകാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വചനം ഇതാണ്: വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും, ധനികനാകാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തത എന്നത് ഇന്ന് പല മേഖലകളിലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കുമ്പോഴും നമ്മളായിരിക്കുന്ന സമൂഹത്തിലും ജോലി മേഖലകളിലുമൊക്കെ പലതും നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അടുത്ത വചനം പറയുകയാണ്, ധനികനാകാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്താണ് ഇതിൻ്റെ കാരണം? പലരും ജോലി ചെയ്ത് സ്ഥാപനങ്ങളിൽ നിന്ന് കാശ് മേടിച്ച് തിരിച്ചു പോകുന്നു. ആത്മാർത്ഥതയില്ലാത്ത ഒരുപാട് മേഖലകൾ നമ്മൾ കാണുകയാണ്. അവൻ ധനികനാകാൻ ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ പറഞ്ഞാണ് ഞാൻ ആരംഭിക്കുക. കല്യാണം ആലോചിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. സമ്പത്തിന് കുറവില്ല, വലിയ 2 നില വീട്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. സൗന്ദര്യത്തിനും കുറവില്ല, ആരോഗ്യത്തിനും കുറവില്ല. പക്ഷെ കല്യാണം നടക്കുന്നില്ല. അവരോട് സംസാരിച്ച് നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളെ കണ്ടെത്തുമ്പോൾ കാണാൻ പറ്റും, ആകെ പഠിച്ചതിന് തക്ക ജോലിയായി 2 സ്ഥാപനങ്ങളിൽ 2 കമ്പനികളിൽ ജോലി ചെയ്തു. ആ 2 കമ്പനികളിൽ നിന്നും കോടികൾ തട്ടിച്ചെടുത്ത് ഇന്ന് ആ 2 കമ്പനിയും ഇല്ല. 2 കമ്പനി നഷ്ടത്തിൽ പൂട്ടേണ്ടി വന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഏറെ സമ്പത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തത എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല, സമൃദ്ധിയും ഉണ്ടാവില്ല. സമൃദ്ധി, അതാണ് വചനം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വേണോ? ഹൃദയത്തിൽ വിശ്വസ്തതയുണ്ടാവണം. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു കീയേ ഉള്ളൂ, ഒരു താക്കോലേ ഉള്ളൂ, അത് വിശ്വസ്തതയാണ്. ചിലപ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ചിലപ്പോൾ നീ എല്ലാ നേരവും ഒന്നും ദൈവത്തിൻ്റെ വചനം വായിക്കാത്ത ആളായിരിക്കും, എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിക്കാത്ത ആളായിരിക്കും. പക്ഷേ നിന്നെക്കുറിച്ച് കർത്താവ് നോക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ അവനോടുള്ള വിശ്വസ്തത, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശ്വസ്തതയുള്ളൊരു വ്യക്തിക്ക് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാണും, അനുഗ്രഹങ്ങൾ 2 തരത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ 2 തരത്തിലാണ്. അതിൽ ഒരനുഗ്രഹം മഴ പെയ്യുന്നതും സൺലൈറ്റും ഒക്കെ ഒരു അനുഗ്രഹമാണ്. മറ്റൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ അനുഗ്രഹമാണ്. ആത്മീയ മേഖലയിലും ചിലപ്പോൾ മെറ്റീരിയൽ തിങ്സ്, സാധനങ്ങൾ മേടിക്കുന്നത്, സ്ഥലം, സാമ്പത്തിക മേഖല, ഫിസിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ, അതെല്ലാം മറ്റൊരു അനുഗ്രഹമാണ്. എന്നാൽ ഈ സൺലൈറ്റും മഴയും അത് മാത്രം എല്ലാവരിലേക്കും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരിലേക്കും നിറയും, അതൊരു അനുഗ്രഹമാണ്. പക്ഷേ അതിനെ സമൃദ്ധമായ അനുഗ്രഹം നമുക്ക് പറയാൻ പറ്റുമോ? അതവിടെയുണ്ട്. ഇനി എനിക്ക് ഈ അനുഗ്രഹം വ്യക്തിപരമായി 2ാമത്തെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക, സ്പിരിച്വലി. അപ്പോൾ അതുപോലെ ഫിസിക്കലി ചില മേഖലകളിൽ നമ്മൾ വീക്കായിരിക്കും. സാമ്പത്തികം, സമാധാനക്കുറവ്, സ്നേഹക്കുറവ്, ഇതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ ചിലപ്പോൾ രോഗപീഠകൾ, സൗഖ്യമില്ലാത്ത അവസ്ഥ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ 2ാമത്തെ ആ അനുഗ്രഹത്തിൻ്റെ തട്ടിലേക്ക് പ്രവേശിക്കണം. വേണമെങ്കിൽ ഒറ്റ താക്കോല് കയ്യിലുണ്ടാവണം, അത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം അനുഗ്രഹിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, 6 തരമുള്ള അവസ്ഥകളിൽ ഇന്ന് നമ്മൾ ലോകത്തിലോട്ട് നോക്കുമ്പോൾ ആളുകളുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് 6 മേഖലകളിൽ വിശ്വസ്തരായിരിക്കണം.
ഇന്ന് ഈ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒന്നാമത്തെ വിശ്വസ്തത എൻ്റെ കർത്താവിനോടും അവൻ്റെ വചനത്തോടുമുള്ള വിശ്വസ്തതയാണ്. ഒന്നാമത്തെ. ഇന്നിപ്പോൾ നീ തകർന്നിരിക്കുവാണ്, എന്നാൽ ഒരു വിശ്വസ്തത നിനക്കുണ്ടെങ്കിൽ അത് കർത്താവിനോടും അവൻ്റെ വചനത്തോടും നീ ഒന്ന് കാണിക്കാൻ തുടങ്ങിക്കേ. ഇപ്പം ചില അനുഭവങ്ങൾ, ചില പരീക്ഷണങ്ങൾ, ചില സഹനങ്ങളൊക്കെ സ്വർഗം നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹനത്തിൻ്റെ മുള്ളുവേലികൾക്ക് ഇടയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന നമ്മളോട് ഈ പരീക്ഷണ മേഖലകളിലൂടെ സ്വർഗം നമ്മളെ നടത്തുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, 62-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം, നിനക്ക് ഇപ്രകാരം പറയാൻ പറ്റും. ഈ പരീക്ഷണ നടുവിൽ നീ പറയണം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്ന് മാത്രമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. ഒരു പ്രധാനപ്പെട്ട വചനമാണ്. അതായത് കർത്താവിനോടും അവൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയാണ് ഒരു വ്യക്തിയെ അങ്ങനെ പറയിപ്പിക്കുക. അപ്പോൾ ദൈവത്തിൽ മാത്രം ആശ്വാസം കണ്ടെത്തുന്ന വ്യക്തി കർത്താവിനോട് വചനത്തോട് വിശ്വസ്തനുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നത് ആ വിശ്വസ്തയോട് കൂടിയാണ്. അപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിക്കും. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നത് ഓർക്കുകയാണ്. അവരുടെ കടബാധ്യത 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ വീട്ടാനായിട്ട് മാർഗമില്ല. ലോൺ അടയ്ക്കണമെങ്കിൽ ഒരു മാസം 75,000 രൂപ അടയ്ക്കണം. അത്രയും അവർക്ക് പല മേഖലകളിൽ ബുദ്ധിമുട്ട് കടന്നു വന്നിരിക്കുകയാണ്. 2 മക്കളുണ്ട്, പഠിപ്പിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ഇവരെ കാണാനും കണ്ടുമുട്ടാനും പറ്റിയത്. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സന്ദേശം ഇപ്രകാരം ശ്രവിക്കാനിടയായി. ഈ മക്കളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ വിശ്വസ്തതയില്ല. കർത്താവിനോടുള്ള വിശ്വസ്തത അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒരുമിച്ച് മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അത് 2 പേരും ഒരുമിച്ച്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരെ പറഞ്ഞ് അയച്ചെങ്കിൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ എനിക്കവരുടെ മെയിൽ ഇപ്രകാരമാണ് കിട്ടിയത്. അതിലവർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ സിസ്റ്ററിന് ഹാപ്പി ക്രിസ്മസ് നേരുന്നത് വളരെ സന്തോഷത്തോടെയാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6-ാം ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് എൻ്റെ ജർമ്മനിയിലുള്ള അമ്മച്ചിയുടെ ആങ്ങളെ വന്നിട്ടുണ്ട്, പോയി ഒന്ന് കാണാം, നമ്മുടെ സങ്കടം പറയാമെന്ന്. അങ്ങനെ ആ സങ്കടം പറയാനായിട്ട് എറണാകുളത്തേക്ക് ഭാര്യയും ഭർത്താവും കൂടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് യാത്ര ചെയ്തു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇവരെ സ്വീകരിച്ചു എന്നത് സത്യമാണെങ്കിലും മനസ്സിൽ നിറയെ ഇവരോട് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒന്നും പുറമേ കാണിച്ചില്ല, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു 75,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം, ഒന്ന് സഹായിക്കാമോ? അപ്പോൾ അദ്ദേഹം ഇവരോട് പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിലൊന്നുമല്ല മറ്റു സഹോദരങ്ങളോട് പെരുമാറുന്നത്, നിങ്ങൾ അവരുടെയൊക്കെ തട്ടിച്ചെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി. ഒരു സഹായവും എൻ്റെ പക്കൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. തിരിച്ച് വീട്ടിൽ വന്ന് അന്ന് രാത്രി 9:30 ആയിട്ടും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് കൈവിടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. പിറ്റേന്നും ഒരു കുടുംബ പ്രാർത്ഥന അന്നും ചൊല്ലി, പിറ്റേന്നും ചൊല്ലി, വീണ്ടും 4 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരിക്കൽ കൂടി പോകാം, ഒരിക്കൽ കൂടി ചെന്ന് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പറയാം, ഒപ്പം നമ്മൾ ഏതെങ്കിലും വ്യക്തി വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമ കൂടി ചോദിക്കാം. അങ്ങനെ അവർ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ക്ഷമയെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കൊള്ളുക. വീണ്ടും ആ കുടുംബം ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും പതിവ് പോലെ അവരുടെ പ്രാർത്ഥനകളും ജോലി മേഖലകളുമൊക്കെയായി അവർ യാത്ര ചെയ്യുകയാണ്. വീണ്ടും 9 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിലെ ഭാര്യ പറഞ്ഞു, അദ്ദേഹം നമ്മളെ വിളിച്ചില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന മുടക്കണ്ട, കാരണം ചേട്ടൻ്റെ മനസ്സ് പയ്യൊന്ന് ഇടിയാൻ തുടങ്ങി. ചേച്ചി പറഞ്ഞു, ഇടിയേണ്ട മനസ്സ്, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 9-ാം ദിവസം പിന്നിട്ട് 10-ാം ദിവസം അവരുടെ അച്ചായൻ തന്നെ അവരെ തിരിച്ചു വിളിച്ചു, നിങ്ങളൊന്ന് വന്നേ, എനിക്ക് സംസാരിക്കണം. ഇവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഈ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾക്ക് 75,000 രൂപ ഇപ്പോൾ കിട്ടിയേ പറ്റൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 6 ലക്ഷം രൂപ ഇപ്പോൾ തരും. മക്കളുടെ 2 പേരുടെയും അക്കൗണ്ട് എനിക്ക് തരണം. 2 പേരുടെയും അക്കൗണ്ടിൽ പഠിപ്പിക്കാനുള്ള പണം ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് വീട്ടിലെത്തിയെങ്കിൽ വൈകുന്നേരത്തിലും പിറ്റേ ദിവസമായി അവരുടെ 2 മക്കളുടെയും അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വീതം. ഇവർക്ക് അദ്ദേഹം വിട്ടുകൊടുത്തു 6 ലക്ഷം രൂപ.
25 ലക്ഷം രൂപ കടമുള്ള ജീവിതത്തിന് സ്വർഗത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തരായിരുന്നപ്പോൾ സ്വർഗം വഴി തുറന്നിട്ട് കൊടുത്തത് 26 ലക്ഷം രൂപയാണ്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ കാലങ്ങളിലല്ല, ഈ അടുത്ത നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വസ്തത, കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുക. അവൻ ഒന്നാം സ്ഥാനം കൊടുത്താൽ നിൻ്റെ ജീവിതത്തെ സ്വർഗം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിൻ്റെ ജീവിതത്തെ സ്വർഗത്തിൻ്റെ വലിയ കൃപ ഏറ്റെടുക്കാൻ തുടങ്ങും. സങ്കീർത്തകൻ പറയുകയാണ് 119:11, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷം 15-7 വചനം, പ്രധാന വചനം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം വായിക്കാനൊരു വിശ്വസ്തതയുണ്ടാവണം. ഒപ്പം കർത്താവിൻ്റെ മുമ്പിൽ ആരാധിക്കാനൊരു വിശ്വസ്തത. അവനൊരു സമയം, എത്ര തിരക്കുണ്ടേലും എന്ത് ബുദ്ധിമുട്ടുണ്ടേലും ഈശോയുടെ കൂടെ ഇരിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഒരു സമയം കണ്ടെത്തും. അത് നമ്മുടെ വിശ്വസ്തതയാണ്. അങ്ങനെ വിശ്വസ്തയോടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-3 വചനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. വചനം ഇതാണ്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ. വിശ്വസ്തൻ്റെ ഹൃദയം കർത്താവിലാണ്. അവന് ചിലപ്പോൾ 5000 ആയിരിക്കും മാസത്തിൽ കിട്ടുന്നത്. അവൻ ചിലപ്പോൾ പെട്രോൾ പമ്പിൽ ഡീസൽ അടിച്ചു കൊടുക്കുമായിരിക്കും. അവിടെ കുറച്ച് സമയം ജോലി ചെയ്യുന്നുള്ളായിരിക്കും. വൈകുന്നേരം മെഡിക്കൽ ഷോപ്പിൽ പോയി അവൻ ജോലി ചെയ്യുമായിരിക്കും, സ്കൂൾ കഴിഞ്ഞ് അല്ലെ കോളേജ് കഴിഞ്ഞ്. അപ്പോഴും അവൻ്റെ വിശ്വസ്തത അത് കർത്താവ് കാണുമ്പോൾ വചനം പറയുകയാണ്, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാന തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടും അവൻ്റെ വചനത്തോടുമുള്ള വിശ്വസ്തത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമെന്ന സുഭാഷിതം 28:20 വചനം നിൻ്റെ കുടുംബത്തിൽ എഴുതി വെക്കാം. നീ അത് അനുദിനം കണ്ടുകൊണ്ടേയിരിക്കും, നിനക്കത് പറയാൻ പറ്റും. ഇനി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വസ്തത കൊണ്ടാകേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് ദേവാലയമാണ്. കർത്താവിൻ്റെ ആലയത്തോടൊരു വിശ്വസ്തത കർത്താവിനോട് ചോദിച്ചു മേടിക്കണം. എന്ന് പറയുമ്പോൾ എന്താ, ആ പള്ളിയെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ദേവാലയം കർത്താവിൻ്റെ പള്ളിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇടവക പള്ളിയെ നമ്മൾ തച്ചുടയ്ക്കാൻ പോകുന്നില്ല, അതിനെ അലങ്കോലപ്പെടുത്താൻ പോകുന്നില്ല, നമ്മൾ അങ്ങോട്ട് കയറുന്നു പോലുമില്ല. അപ്പം പിന്നെ അതൊരു അവിശ്വസ്തതയല്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, എന്താണ് ദേവാലയത്തോട് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ സഭയോട് എനിക്കുള്ള സ്നേഹം, വൈദികരോടുള്ള എനിക്കുള്ള സ്നേഹം, സഭാധികാരികളോട് എനിക്കുള്ള സ്നേഹം, അവിടെയാണ് ഈ വിശ്വസ്തതയെ നമുക്ക് കാണാൻ പറ്റുക. നമുക്കറിയാം, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വൈദികരാണ്, സഭാധികാരികളാണ്, മെത്രാന്മാരാണ്. അപ്പോൾ ആ വചനങ്ങൾ കേൾക്കാൻ ഒരു കൃപ വേണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ സഭയെ കുറ്റപ്പെടുത്തി കടന്നു പോവുകയാണ്. സഭയെയും സഭയുടെ അധികാരികളെയും കുറ്റപ്പെടുത്തി ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ സഭയുടെ വിശ്വസ്തതയില്ല, അവിടെ അനുഗ്രഹമില്ല. സഭയെ എത്ര കുറ്റപ്പെടുത്തുന്നു, അവിടെ അനുഗ്രഹം ചോർന്നു പോവുകയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സഭാധികാരികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വസ്തതയാണ്. അവിടെയാണ് അനുഗ്രഹമുള്ളത്. പകരം ചോദിക്കാനും പകരം വീട്ടാനും തെറ്റ് കണ്ടുപിടിക്കാനും നടന്നാൽ അവിടെ സ്നേഹമില്ല, വിശ്വസ്തതയില്ല, അവിടെ അനുഗ്രഹമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം തെസ്സലോനിക്കരെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12-13 വചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തോട് ഒരു വ്യക്തി വിശ്വസ്തരായിരിക്കേണ്ടതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 12-13 വചനങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വചനം പറയുകയാണ്, കർത്താവിൽ നിങ്ങളെ നയിക്കുന്നവർ, അജപാലകർ, വൈദികർ, മെത്രാന്മാർ അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
സഭയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വൈദികരെ മെത്രാന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ സഭയുടെ വിശ്വസ്തതയില്ല. അടുത്ത നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു മേഖലയിൽ നമ്മൾ കാണുകയാണ്. വിശ്വസ്തതയുടെ മറ്റൊരു മേഖലയാണ് കുടുംബത്തിൽ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഇന്ന് അനുഗ്രഹം പല കുടുംബങ്ങളിലും നഷ്ടപ്പെടാൻ കുടുംബത്തിൻ്റെ വിശ്വസ്തത ഇല്ലാതെ പോകുന്നുണ്ട്. മക്കളനുസരിക്കുന്നില്ല, ഭർത്താവ് മറ്റൊരു വഴിയെ പോകുന്ന അവസ്ഥ, സ്നേഹമില്ല, ഒരുമിച്ചായിരിക്കാൻ പറ്റുന്നില്ല. കുടുംബജീവിതത്തിൽ വിശ്വസ്തത കുറയുന്നതായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത കർത്താവിനോടും അവൻ്റെ വചനത്തോടും വിശ്വസ്തരായിരിക്കണം, ദേവാലയത്തോട് വിശ്വസ്തരായിരിക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് വിശ്വസ്തരായിരിക്കണം. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും അപ്പനോടും അമ്മയോടും കള്ളം പറയാൻ മടിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് അമ്മ വന്നിട്ട് അമ്മ പറയുക, സിസ്റ്ററെ എൻ്റെ കണ്ണുനീര് മുഴുവൻ ഇവനെ ഓർത്തിട്ട. ഇവൻ തന്നെ ഫോൺ മേടിച്ചു, എവിടെ നിന്നാന്ന് എനിക്കറിയില്ല സിസ്റ്ററെ. വീട്ടിൽ നിന്ന് 2000-3000 രൂപ എടുത്തോണ്ട് പോയി, ഞാൻ പോലും അറിയാതെ. മോഷണമാണ്, പറഞ്ഞാൽ അനുസരിക്കില്ല. ഇവനിപ്പോൾ 9ലാ, 10ൽ ഇവൻ എഴുതുവോ സിസ്റ്ററെ? ആ അമ്മ കരയുകയാണ്. മക്കളുടെ അപ്പനോടും അമ്മയോടും മക്കൾക്കുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. നിനക്ക് അനുഗ്രഹം വേണോ? നീ നിൻ്റെ കുടുംബത്തിൽ അപ്പനോടും അമ്മയോടും ജീവിത പങ്കാളിയോട് വിശ്വസ്തരായിരിക്കണം. കർത്താവ് എല്ലാം കാണും. കൊച്ചു കാര്യം പോലും ഈശോ കാണും. കുടുംബജീവിതം താളം തെറ്റുന്ന പല മേഖലകൾ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, എല്ലാം കാണും. ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും പറയാതെ മറ്റൊരു കല്യാണം കഴിച്ച് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ തകർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ, വീണ്ടും ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന് ജീവിതം തീർക്കുന്ന ജീവിതങ്ങൾ, ഇതൊക്കെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് കുടുംബജീവൻ നയിക്കുന്ന മക്കൾ പറയണം, കർത്താവേ കുടുംബത്തിൽ വിശ്വസ്തരായിരിക്കാൻ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹം കുടുംബത്തിലേക്ക് വരാൻ. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. എഫേസൂസ് 5:22-25 വചനം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായി സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും വിശ്വസ്തരായിരിക്കണം, പരസ്പരം സ്നേഹിക്കണം, അധ്വാനിക്കണം, ബഹുമാനിക്കണം. കർത്താവ് സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തി തൻ്റെ ജീവിതം സമർപ്പിച്ചതുപോലെ തൻ്റെ ജീവിതം കുടുംബത്തിന് വേണ്ടി വിശ്വസ്തയോടെ ബലിയർപ്പിക്കാൻ സാധിക്കണം. ഇന്നലെ ഒരു പെൺകുട്ടി പറഞ്ഞു, ചേട്ടൻ തോന്നിയ വഴി പോയാൽ പിന്നെ ആ വഴി ഞാൻ നോക്കില്ല. അപ്പോൾ അവളുടെ മനസ്സിലുണ്ട് എവിടെയൊക്കെയോ ചേട്ടൻ കൈവിട്ടു പോകുന്നുണ്ട് എന്ന്. വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം തകരുകയാണ്. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഭർത്താവും മക്കളും വീട്ടിലായിരിക്കുന്നു. ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി മദ്യപിച്ച് 12 മണിക്ക് കടന്നു വരുമ്പോൾ മക്കൾ അപ്പൻ്റെ കൂടെ കിടക്കുകയാണ്. എന്ത് ചെയ്യുന്നെന്ന് അപ്പൻ അറിഞ്ഞുകൂടാ. അങ്ങനത്തെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ അപ്പൻ വിശ്വസ്തനല്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരൊഴുക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണുമ്പോൾ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? ഈശോയോട് പറ, കുടുംബത്തിൽ വിശ്വസ്തരായിരിക്കാൻ കൃപ തരണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കേണ്ട മറ്റൊരു മേഖല കൂടി നാം ചിന്തിക്കണം. സമ്പത്തിനോട് വിശ്വസ്തരായിരിക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വിശ്വസ്തതയുള്ളവരായിരിക്കണം നമ്മൾ. 1 രൂപയാണോ, ആ 1 രൂപയ്ക്കും നമ്മൾ വിശ്വസ്തരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, മഠത്തിൻ്റെ ഒക്കെ സന്യാസ ജീവിതത്തിൻ്റെ അന്തരീക്ഷം കുറച്ച് നല്ലതാണ്. കാരണം എന്തിനും ഏതും നമ്മൾ കണക്ക് കൊടുക്കണം. മേടിക്കുന്ന പണത്തിന് കൃത്യമായി കണക്ക് കൊണ്ടുപോയി കൊടുക്കണം. ചിലപ്പോൾ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ ഈ 1 രൂപ 26 രൂപയാണ് എങ്കിൽ 30 രൂപ തന്നു വിടുമ്പോൾ 26 രൂപ എഴുതി കൊടുക്കുമ്പോൾ കണക്ക് കൃത്യമായി ബാക്കി 4 രൂപ കൊടുക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് എന്തിനായി ഈ 4 രൂപ തിരിച്ചു കൊണ്ട് കൊടുക്കുക? 4 രൂപയ്ക്ക് എന്ത് വില? പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ 4 രൂപയ്ക്കും ഇന്ന് വിലയുണ്ട്. കാരണം സമ്പത്തിനോട് വിശ്വസ്തരായിരിക്കണം നമ്മൾ. ലോകത്തിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് മക്കൾ ദരിദ്രാവസ്ഥയിൽ കഴിയുന്നു.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതിനും നമ്മളിന്ന് വിലയില്ലാതെ കൽപ്പിച്ച് അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ സമ്പത്ത് ഒരിക്കലും നമ്മളെ അടിമപ്പെടുത്തില്ല. പണത്തിനോട് ആർത്തി നമുക്ക് തോന്നില്ല. സന്യാസ ജീവിതത്തിൻ്റെ ആ നിയമങ്ങൾ ഏറെ ശ്രേഷ്ഠമാണെന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടം പല ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 28-30 വചനം പറയുന്നുണ്ട്, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങ് ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനും ഏതിനും കണക്ക്. മക്കൾക്ക് ചുമ്മാ ആവശ്യമില്ലാതെ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കറിയാം, പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. തിരുനാൾ കൂടാൻ പോകുമ്പോൾ കണ്ണിൽ കാണുന്നൊക്കെ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ അതും ഇതുമെല്ലാം മേടിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ സമ്പത്തിൻ്റെ മേഖലയിൽ ആവശ്യരാകുമ്പോൾ വിശ്വസ്തത നഷ്ടപ്പെടുകയാണ്, അനുഗ്രഹം കുറയും. സുഭാഷിതം 28:20 വചനം പറയുകയാണ്, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. മറക്കരുത്, ആ വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഈ മേഖലകളെ സ്വന്തമാക്കാൻ പറ്റും. അടുത്ത ഒരു കാര്യം കൂടി വചനത്തിൽ പറയുന്നുണ്ട്, നാം ആയിരിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തോട് വിശ്വസ്തരായിരിക്കണം. നമ്മൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തോട് നമുക്കൊരു കടമയുണ്ട്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ രാജ്യത്തോട് വിശ്വസ്തരായിരിക്കണം, അധികാരമുള്ള വിശ്വസ്തരായിരിക്കണം. പൗലോസ് റോമാലെ സഭയ്ക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം മുഴുവൻ അധികാരത്തോട് വിധേയത്വമാണ്. അധികാരത്തോട് വിധേയത്വമായിരിക്കുന്ന മേഖലകളെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. 6ാമത്തെ മേഖല, വിശ്വസ്തരായിരിക്കേണ്ട മേഖല ജോലി സ്ഥലത്തോടാണ്. എഫെസോസുകാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നമ്മൾ വിധേയരായിരിക്കണം. 6-ാം അധ്യായം 5-ാം വചനം, ദാസന്മാരെ നിങ്ങൾ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്നതുപോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 28:20 കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചു, ഞാനും നിങ്ങളും വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിരുന്നാൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. ആരോടൊക്കെ? കർത്താവിനോടും അവൻ്റെ വചനത്തോടും, നമ്മുടെ ദേവാലയത്തോട്, സഭയോട്, കുടുംബത്തോട്, നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ജോലി സ്ഥലങ്ങളോട്, നമ്മുടെ സാമ്പത്തിക മേഖലയോടൊക്കെ നമുക്കൊരു വിശ്വസ്തതയുണ്ടായിരിക്കണം. അതെൻ്റെ തീരുമാനമാണ്. വിശ്വസ്തത എന്നത് സ്വന്തം തീരുമാനമാണ്. അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കർത്താവിൻ്റെ മുന്നിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കർത്താവിന് മുമ്പിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നിനക്ക് മാത്രമേ എന്നെ അറിയത്തുള്ളൂ. നീ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയ പല മേഖലകളുണ്ടായെങ്കിൽ കർത്താവെ, ഞാനതെല്ലാം നിൻ്റെ പക്കൽ ഏറ്റു പറയുകയാണ്. ഈശോയെ, കൂടുതൽ വിശ്വസ്തയോടുകൂടി നിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി സ്വന്തമാക്കാൻ, സമർത്ഥമായ കൃപാവരങ്ങൾ സ്വന്തമാക്കാൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.